പിണറായി വിജയൻ്റെ മകന് ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല. അയാൾക്ക് ഭക്തി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് പറഞ്ഞു, ഞാൻ ഭക്തനാണെന്ന് പറയണം. മറച്ചു പിടിക്കണ്ട, മസിൽ പിടിക്കേണ്ട കാര്യമില്ല, മറച്ചു വെക്കേണ്ട കാര്യമില്ല. ദേവസ്വവുമായിട്ട് ആത്മീയമായ ബന്ധം പുലർത്തുന്ന ഒരാളെ ദേവസ്വം മന്ത്രിയായിട്ടിരിക്കേണ്ട കാര്യമുള്ളൂ. അയാൾ വിശ്വാസിയാവുന്നതാണ് നല്ലത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് പാടില്ലെന്ന് ആരാ പറഞ്ഞേക്കണത്? വിശ്വാസം പാടില്ലെന്ന് ആരാ പറഞ്ഞത്? അവർക്ക് സാധാരണ രീതിയിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യാം. തികച്ചും സ്വകാര്യ സന്ദർശനമായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൻ്റേത് ഗുരുവായൂരിലേക്കുള്ളത്. സമീപത്തുണ്ടായിരുന്ന ഈ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് സമീപത്ത് നിന്ന് ഒരാൾ ചിത്രമെടുക്കുന്നു, ഒരു മാധ്യമപ്രവർത്തകൻ. പിന്നീട് അത് ഡിലീറ്റ് ചെയ്യാൻ അയാളെ സമ്മർദ്ദം ചെലുത്തുന്നു. അയാളുടെ മേൽ ശാരീരികപരമായിട്ടുള്ള ആക്രമണം പോലും ഉണ്ടാകുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകന് ശ്രീകൃഷ്ണനെ കാണാൻ, ആരാധിക്കാൻ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമില്ല. എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ വിവേക് കിരൺ ഭയപ്പെടുന്നത്? അല്ല, രണ്ട് പ്രശ്നങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, നമ്മളുടെ വലിയ ചോദ്യം ഇതാണ്, പിണറായി വിജയൻ്റെ മകന് ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ലേ? എന്താണ് നിങ്ങളുടെ ഉത്തരം? പോകാം. അയാൾ ക്ഷേത്രത്തിൽ പോകുന്നു. അത് പടമെടുക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പടമെടുക്കുന്നത് പിണറായി വിജയൻ്റെ മകനായതിൻ്റെ പേരിൽ മാത്രമാണ് പടമെടുക്കുന്നത്. കാരണം അതിലൊരു വാർത്താ പ്രാധാന്യമുണ്ട് എന്ന് പത്രപ്രവർത്തകനായിരിക്കുന്ന പടമെടുത്ത ആൾക്ക് തോന്നുന്നു. അതുകൊണ്ട് അയാൾ പടമെടുക്കുന്നു. പക്ഷേ നിങ്ങളുടെ പടം എടുക്കണമെങ്കിൽ നോക്കൂ, നിങ്ങളുടെ പടം എനിക്ക് എടുക്കണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണം. നിങ്ങളുടെ അനുവാദം ഇല്ലാതെ എനിക്ക് എങ്ങനെ നിങ്ങളുടെ പണം എടുക്കാൻ കഴിയും? നിങ്ങളറിയാതെ വേണമെങ്കിൽ അത് എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ആരും സമ്മതിക്കാറില്ല. ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പണം എടുക്കാൻ പറ്റില്ല. അല്ല, അത് മനുഷ്യൻ്റെ സ്വകാര്യതയുടെ പ്രശ്നമാണ്. എൻ്റെ സ്വകാര്യത, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ പടം എടുക്കാം. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ പടം എടുക്കണം? ഇപ്പം മാധ്യമപ്രവർത്തകന് നേരെ ഇപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡൊക്കെ നിയമ നടപടിക്കൊക്കെ പോകുന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു രാഷ്ട്രീയ വിവാദമായി തീരുമോ എന്നുള്ള ഭയമായിരിക്കാം ഒരുപക്ഷെ ഈ വിവേക് കിരണിന് ഉണ്ടായിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ വിവാദമാകുന്നത് എന്നുള്ളതാണല്ലോ മാഷെ. അല്ല, അതെ ഞാൻ പറഞ്ഞത്, ഇത് വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല. വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ആർക്കും ക്ഷേത്രങ്ങളിൽ പോവാം. അതങ്ങനെ കാണാൻ കഴിയാതെ വരുമ്പോഴാണ് അത് വിവാദമാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിവാദത്തിൻ്റെ ഒരു മൂല്യം അതിൻ്റെ അകത്തുള്ളതെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവും, അദ്ദേഹത്തിൻ്റെ മകനാണ് വിവേക് കിരൺ. അതുകൊണ്ട് വിവേക് കിരൺ സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിൽ പോകുന്ന ഒരു പടം കിട്ടിയാൽ അതിന് വാർത്താമൂല്യമുണ്ട് എന്ന് പത്രപ്രവർത്തകൻ കരുതുന്നു. അതൊരു VIP കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവിടെ സാധാരണ ഒരു പൗരൻ്റെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നുണ്ട്, നിഷേധിക്കപ്പെടുകയാണ്. വിവേക് കിരണിന് ലഭ്യമാകേണ്ടതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പടം അയാളുടെ അനുവാദമില്ല, അത് ആർക്കും എടുക്കാനായിട്ട് അവകാശമില്ല എന്നുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിണറായി വിജയൻ്റെ പടം എടുക്കുന്നതിന് കുഴപ്പമില്ല, അയാളൊരു പബ്ലിക് ഫിഗറാണ്. ഇയാൾ പബ്ലിക് ഫിഗർ അല്ല, അവിടെ പ്രൈവറ്റ് ഫിഗറാണ്. അതാണ് പ്രശ്നം. അവിടെയാണോ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുവായൂർ എന്തോ പരിപാടി ഉദ്ഘാടനത്തിനായിട്ടും പോയപ്പോൾ. അപ്പം എന്തുകൊണ്ട് ഇത് വിവാദമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ ഒരു ധാരണയുണ്ട്, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ഈശ്വര വിശ്വാസികളല്ല, ഈശ്വരനെ വിശ്വസിക്കുന്നത് ശരിയല്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണല്ലോ, അതായത് ഇപ്പം നമ്മുടെ ഒരു സന്ദേശം സിനിമയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളടക്കം ഇപ്പം ഇതിൻ്റെ തകരാറെന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കെട്ടുകഥയാണിത്. നിരീശ്വരവാദം എന്ന് പറയും. കമ്മ്യൂണിസ്റ്റ് നേതാവിനപ്പോൾ ഒരു ഈശ്വര വിശ്വാസിയാവാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, അവർ ഈ നമ്മൾ അതിൻ്റെ അകത്ത് പറയുന്നൊരു സാധനമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണല്ലോ അതിൻ്റെ അകത്തുള്ളത്. ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് സാധ്യമാണ്. ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ എന്ത് കാരണം വെച്ചാൽ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, നിങ്ങൾ മെറ്റീരിയലിസ്റ്റ് മാത്രമാണെന്ന് അല്ല അത് പറയുന്നത്. മെറ്റീരിയലിസ്റ്റ് എന്ന് വെച്ചാൽ ഭൗതികവാദി മാത്രമല്ല ശരിക്കും പറഞ്ഞു. ഭൗതികവാദി അല്ലാത്ത ഒരു അവസ്ഥയിലേക്കും മനുഷ്യ വേണമെങ്കിൽ എത്തിച്ചേരാനായിട്ട് കഴിയും എന്നത് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ഒരു ഭാഗമാണ്.
പക്ഷെ അതൊക്കെ ഇന്നത്തെ കാലത്ത് അതിൽ ചർച്ച ചെയ്യുന്നതിൽ ഒരു കഥയൊന്നുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർക്കും ഡയലക്റ്റിക് മെറ്റീരിയൽസ് അറിയാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുന്നതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കും ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് അറിയാൻ പാടില്ല. പിന്നെ ഇത് പറയുന്നതിൽ എന്താ പ്രസക്തികൾ? ആകെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണ് എന്നുള്ള പഴയ കാലത്ത് വിശ്വാസമാണ്. ഇപ്പം കേരളത്തിൽ എത്ര നിരീശ്വരവാദികളുണ്ടാകും കമ്മ്യൂണിസ്റ്റുകാർ? അല്ല അത് അല്ല, ശരി. ഞാൻ പറയട്ടെ, എത്ര പേരുണ്ടാവും? വളരെ വളരെ അപൂർവം ആളുകളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നിരീശ്വര വിശ്വാസി ആയിത്തീരണമെങ്കിൽ വലിയൊരു വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ അവന് നിരീശ്വര വിശ്വാസിയാകാൻ പറ്റുള്ളൂ. അല്ലാത്തവനൊക്കെ ഈശ്വരവിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കഴിയുന്ന ഒരു ശക്തിയാണ് ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് ഉള്ളത്. സാധാരണ പണ്ട് നമ്മൾ അഗ്നിദേവൻ എന്ന്, വായുദേവൻ എന്നൊക്കെ വിളിക്കുന്നത്, ഈ അഗ്നിയൊന്നും എന്താണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യർ കഴിഞ്ഞിരുന്നില്ല. അപ്പം മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ട് ആ ശക്തികളെയൊക്കെ അവർ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആരാധിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിലാക്കാൻ പറ്റാത്ത എല്ലാ പ്രതിഭാസങ്ങളും അവനെ ആരാധിക്കേണ്ട പ്രതിഭാസങ്ങളായി മാറിത്തീർന്നിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ആ മനുഷ്യനെ ഇത്തരം പ്രകൃതി സംവിധാനങ്ങളുടെ ആരാധനയും ബഹുമാനമൊക്കെ ഉണ്ടായത്. കാരണം അവൻ്റെ അത് അത്ഭുത ശക്തിയാണ്. അതാണ് പിന്നീട് ദൈവസങ്കല്പമൊക്കെ ആയിട്ട് മാറിത്തീരുന്നത് എന്നുള്ളതാണ് വളരെ പ്രാകൃതമായിട്ടുള്ള മനുഷ്യൻ്റെ ചരിത്രത്തിൽ നമ്മളിങ്ങനെ പഠിച്ചു വരും. ഈ മെറ്റീരിയലിസത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണോ ഈ ഭക്തി ഇല്ലേ അവിടെ? അല്ല, മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഭൗതികവാദമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളതിലേക്ക് എത്തിച്ചേരും? നമ്മളിപ്പോൾ അന്ന് പഴയ കാലത്ത് ഈ ഫിലോസഫിയിൽ ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഉള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിരിക്കുന്ന മേശ, ഈ മേശയാണോ ആദ്യം ഉണ്ടായത്, മേശയെക്കുറിച്ചുള്ള ആശയമാണോ ആദ്യം ഉണ്ടായത് എന്ന് പറയുന്ന ഒരു ചോദ്യം വരും. അപ്പോൾ ഭൗതികവാദികൾ പറയുന്നത് മേശയാണ് ആദ്യം ഉണ്ടായത്, ആത്മീയവാദികൾ പറയുന്നത് അതിൻ്റെ ആശയമാണ് എന്നുള്ളത്. അങ്ങനെയാണ് ആശയവാദികളും ഭൗതികവാദികളും എന്ന് പറഞ്ഞ സാധനം തിരിയുന്നു. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അതിന് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മേശയുടെ ആശയം അവിടെ നിന്നുണ്ടായി, മേശയെപ്പോലെ ഒരു വസ്തുവിൽ നിന്നുണ്ടായി എന്നുള്ളതാണ്. മറിച്ച് പറയുന്നവർ നമ്മളുടെ മനസ്സിനകത്ത്, നമ്മുടെ സങ്കല്പത്തിൽ ആദ്യം നമ്മളൊരു സാങ്കല്പികമായ മേശ ഉണ്ടാക്കുന്നു. ആ മേശയെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൗതികമായിട്ടുള്ള മേശയാക്കി മാറ്റുന്നു. അങ്ങനെ ആദ്യ ആശയം രൂപപ്പെടുത്തുന്നുള്ള ആളാണ് ഐഡിയലിസ്റ്റ്. അയാളാണ് ആശയവാദി എന്ന് പറയുന്നത്. ആദ്യം മെറ്റീരിയൽ കാണുന്ന ആളാണ് മെറ്റീരിയലിസ്റ്റ്. ഇതാണ് ആദ്യത്തെ ഒരു സങ്കല്പം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ശരിക്കും. അതിങ്ങനെയാണ്, ഈ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? എന്താണ് അതിന് ഗൗതമനുള്ള ഉത്തരം? എന്താണ് കോഴിയാണോ കോഴിമുട്ടയാണോ? കോഴിമുട്ടയായിരിക്കും. കോഴിമുട്ട എവിടെ നിന്നുണ്ടാവും? കോഴിയിട്ടല്ലേ കോഴിമുട്ട ഉണ്ടാവുള്ളൂ. അപ്പോൾ കോഴിയില്ലാതെ കോഴിമുട്ട ഉണ്ടാക്കാം. പക്ഷെ വിരിയുന്നത് മുട്ടയിൽ നിന്നാണല്ലോ. മുട്ട വിരിഞ്ഞാണ് കോഴി ഉണ്ടാവും. പക്ഷെ മുട്ട എവിടെ നിന്നുണ്ടാവും? കോഴി ഇടുമ്പോഴാണ്ടാവും. അതുകൊണ്ട് ഇതിൽ ആദ്യം ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ദൈവവിശ്വാസികൾ അതിനൊരു ഉത്തരം കൊടുക്കുന്നുണ്ട്. ആദ്യമായി ഒരു കോഴി ഉണ്ടായിട്ടുണ്ടാവും. ആ കോഴി ഇട്ട മുട്ടയാണ് കോഴിമുട്ട. ആ മുട്ടയിൽ നിന്നാണ് അടുത്ത കോഴി എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ ഈ ഫിലോസഫിക്കലായിട്ടുള്ള ഡിസ്കഷൻസിൻ്റെ തമാശകളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കൊന്നും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളിലേക്ക് ഒരിക്കലും എത്തിച്ചേരാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഭക്തിയാണ് അതാണ് പ്രധാന വിഷയം. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഭക്തി പ്രകടിപ്പിക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ അങ്ങനെ പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് താനൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ ആ ഭക്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും എന്നതുകൊണ്ട് തലയിൽ കൂടി മുണ്ടിട്ടിട്ട് രാത്രിയോ ആരും കാണാതെ ക്ഷേത്രത്തിൽ പോകുന്ന സന്ദേശത്തിലെ പോലുള്ള ചില സഹാക്കളുണ്ടല്ലോ. അല്ല, ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ സഹാവിന് യാഥാർത്ഥ്യ ബോധം വേണമല്ലോ. ഏറ്റവും ആദ്യം ഒരാളെ സഹാവാക്കുന്നത്, കോമ്രേഡ് ആക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത് എന്താണ്? അയാളുടെ സത്യസന്ധവും അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ടുള്ള നിലപാടാണ്. അപ്പോൾ അയാൾക്ക് ഭക്തി ഉണ്ടാവുന്നുണ്ട്. അയാൾ എന്ത് പറഞ്ഞു? ഞാൻ ഭക്തനാണെന്ന് പറയണം. മറച്ചു പിടിക്കേണ്ട കാര്യമില്ല, മറച്ചു വെക്കേണ്ട കാര്യമില്ല, കൈ ഇങ്ങനെ കൂപ്പിടാതിരിക്കേണ്ട ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല. മനസ്സിലായി? ഇത് പൊളിക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞിട്ടില്ല. കഴിയാത്തതിൻ്റെ ഫലമായിട്ടാണ് അവർ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നത്? ട്രോൾ ചെയ്യപ്പെടുന്നത്. അവർക്ക് പറഞ്ഞാൽ മതിയില്ല,
ചിലർക്ക് വിശ്വാസം ഉണ്ടാവും. വിശ്വാസമില്ലാതിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വലിയ കരുത്തുള്ള മനുഷ്യർക്ക് മാത്രമാണ് വിശ്വാസി അല്ലാതെ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ അവന് വിശ്വസിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ വിശ്വാസികൾ ഉണ്ടാവുന്നു ശരിക്കും പറഞ്ഞു. കാരണം തന്നേക്കാൾ വലിയ ഏതോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. അതൊരു എന്താണ്, ഒരു വൈറ്റൽ ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന നിഗൂഢമായിട്ടുള്ളൊരു ശക്തി ഈ പ്രപഞ്ചത്തെ എല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുണ്ട് എന്ന് കരുതുമ്പോൾ അതിനെ ദൈവമായിട്ട് സങ്കല്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്ന മനുഷ്യ സഹജ സ്വഭാവമായിട്ട് കണക്കാക്കാനായിട്ട് ഉള്ള കരുത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാവണം. അതില്ലാതാണ് അവരുടെ തയ്യാറായിപ്പോകുന്നത്. ഇവർ ശബരിമലയിലേക്ക് പോയിട്ട് തൊഴുത് നിൽക്കുന്നതിന് പകരം മാറി നോക്കി അസ്ത്രമായിട്ട് നിൽക്കുന്നതാണ്. അവർ ശബരിമലയിൽ പോയി കഴിഞ്ഞിട്ട് തൊഴണം. പല ആൾക്കാരും മാറിയിരിക്കുന്നത് രാധാകൃഷ്ണനെ പോലുള്ള മന്ത്രിമാരെ, മുൻ മന്ത്രിമാരെ. അത് ഞാൻ പറഞ്ഞ മറ്റേ ഒരു ഹാങ് ഓവർ ആണെന്നുള്ളതാണ് പ്രശ്നം. അല്ല, അദ്ദേഹത്തിന് നിവേദ്യം കിട്ടിയപ്പോൾ അദ്ദേഹം അത് താഴത്ത് അതൊക്കെ ഭയങ്കര അപകടങ്ങളാണല്ലോ. കാരണം എന്ന് വെച്ചാൽ ആ ചെയ്യണൊക്കെ കാരണം നിങ്ങൾ പോകുന്നു എന്തിനാ അമ്പലത്തിൽ പോകുന്നു, എന്തിനാണ് വിശ്വാസം, ഒന്നുകിൽ പോകാതിരിക്കണം. പോകാണ്ടിരിക്കണം, പ്രശ്നമില്ല. പക്ഷെ അവരെന്തിനാ ദേവസ്വം മന്ത്രിയാവാൻ പോണേന്നുള്ളതാണല്ലോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ദേവസ്വം മന്ത്രിയായി അയാൾ ഇരിക്കണെന്തിനാ? ദേവസ്വവുമായിട്ട് ആത്മീയമായ ബന്ധം പുലർത്തുന്ന ഒരാളെ ദേവസ്വം മന്ത്രിയായിട്ടിരിക്കേണ്ട കാര്യമുള്ളൂ. അയാൾ വിശ്വാസിയാവുന്നതാണ് നല്ലത്. അതായത് കമ്മ്യൂണിസ്റ്റുകാരൊന്നും അങ്ങനെ ആവണ്ട. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് പാടില്ലെന്ന് ആരാ പറഞ്ഞേക്കണത്? വിശ്വാസം പാടില്ലെന്ന് ആരാ പറഞ്ഞേക്കണം? അല്ല, അങ്ങനെ ഒരു ധാരണ ആ ധാരണ പൊളിക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് മാഷ് പറയുന്നത് ഒരേ സമയം കമ്മ്യൂണിസ്റ്റും ഈശ്വരവിശ്വാസിയാകാൻ പറ്റുന്നതാണോ? അതിനെന്താ കുഴപ്പം? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്താണ്. അപ്പൊ പിന്നെ ആ തെറ്റിദ്ധാരണ എന്തുകൊണ്ടുണ്ട്? ആ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ മാർസിൽ നിന്ന് തുടങ്ങുന്നതാണ് ആ തെറ്റിദ്ധാരണ. മാർസിന് ആ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. മാർസ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മാർസ്. അതോടൊപ്പം തന്നെ അവൻ്റെ ഒരു ആശ്വാസവുമാണ് അതെന്ന് പറഞ്ഞു. അവിടെയാണ് ഡയലക്റ്റിക്സ് കിടക്കുന്നത്. അത് പിന്നീടുള്ള മാർക്സിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ എന്ത് ചെയ്തില്ല, തിരിച്ചറിഞ്ഞില്ല. പകരം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മതത്തെ എതിർക്കുന്നതിന് വേണ്ടി, മതത്തെ എതിർക്കൽ കാരണം വെച്ചാൽ മതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിനെതിരായിരുന്നു. കമ്മ്യൂണിസത്തെ ഒരിക്കലും ഒരു മതവും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിനെ ഒരു ഭൗതിക സ്വഭാവം ഉണ്ടായിരുന്നുള്ളതാണ് പ്രധാനമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, മതവിശ്വാസികളല്ലാതായി തീരുന്നത്. മതവിശ്വാസികളല്ലാതായി മാറുന്നതിൻ്റെ പുറത്ത് അവർ ഈശ്വരവിശ്വാസികളല്ലാതായി മാറും. അങ്ങനെ നിരീശ്വരവാദികളായി മാറും. യുക്തിവാദികളാകുന്നില്ല അവരെപ്പോഴും, നിരീശ്വര വിശ്വാസികളായ. ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ദൈവം ഉണ്ടോ ഇല്ലെന്ന് അതൊരു വിശ്വാസ പ്രമാണം മാത്രമാണ് ശരിക്കും പറഞ്ഞില്ല. ഇല്ല എന്ന് പറയുന്നവർക്ക് എങ്ങനെ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതിൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരെണ്ണത്തിന് എൻ്റെ ഓണ്ടോളജിക്കൽ കൺസെപ്റ്റാണ്. ഓണ്ടോളജി എന്ന് പറഞ്ഞ ഒരു സാധനം നിലനിൽക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ശാസ്ത്രം, ദ സയൻസ് ഓഫ് ബീയിങ് എന്നാണ് അതിന് പറയാം. നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രം. ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ ഒരു നിലനിൽപ്പ്, ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഉണ്ടെന്ന് സ്ഥാപിക്കാനും ബുദ്ധിമുട്ടാണ്, ഇല്ലെന്ന് സ്ഥാപിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ടാണല്ലോ സാധാരണ ആൾക്കാർ ചോദിക്കുന്നത്, നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാണാത്തത്? ഇല്ലാത്തൊരു സാധനം എങ്ങനെ കാണും? ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ഡയലോഗുകൾ. പക്ഷേ ബേസിക്കായിട്ട് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ മനസ്സും നമ്മൾ ആത്മാവ് എന്നൊക്കെ കരുതുന്നതായിട്ടുള്ള സോൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ സാങ്കല്പികമാണ്. നമുക്ക് എന്താണ് നിർത്തിയോട്ടെ. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ശരിക്കും. ആ സംഭവമായിട്ട് റിലേറ്റഡ് ആണ് വിശ്വാസത്തിൻ്റെയും പ്രശ്നങ്ങൾ കിടക്കുന്നത്. ഇതൊക്കെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യേണ്ട കാര്യങ്ങളില്ല. അവർക്ക് സാധാരണ രീതിയിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യാം. അപ്പം നാളെ മുതൽ കമ്മ്യൂണിസ്റ്റുകാർ ഭക്തി പ്രകടിപ്പിക്കാൻ ഒട്ടും മടി കാണിക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാർ, CPM-കാർ അവരെല്ലാവരും തന്നെ വിശ്വാസികളാണ്. അവരെല്ലാം ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ, എല്ലാ ക്ഷേത്രങ്ങളും ഭരിക്കുന്നവരാണ്. ആ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം നടത്തുന്നവരാണ്. അതുമായിട്ട് മുഴുകി ജീവിക്കുന്നവരാണ്. എനിക്ക് പരിചയമുള്ള എല്ലാ CPM-കാരും വിശ്വാസികളാണ്. പിന്നെ അവർ പ്രകടമാക്കുന്നത് എന്താ കുഴപ്പമുള്ള? സാധാരണ പ്രവർത്തകർക്കൊരു പ്രശ്നമൊന്നുമില്ല അത് പ്രകടമാക്കുന്നതിൽ.
ഈ നേതാവിന് മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. അത് അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുള്ളതിൻ്റെ പേരിലാണ്. അതായത് അവർ അങ്ങനെ എന്ത് കരുതും, മറ്റുള്ളവർ എന്ത് കരുതും എന്നല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ജീവിക്കുന്നത് കണ്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള നേതാക്കള് AKG തൊട്ട് EMS തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈശ്വര വിശ്വാസികളായിരുന്നു. അല്ല, അവർക്ക് ഈശ്വരവിശ്വാസം ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ EMSനെ പോലെയുള്ള ആളുകൾ ഫിലോസഫിക്കലായിട്ട് തന്നെ ഈശ്വരവിശ്വാസികളല്ലാത്തവരെ. അല്ല, അദ്ദേഹം അമ്പലത്തിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുകയാണ് ചെയ്തത്. ഭാര്യയെ ക്ഷേത്രത്തിലേക്ക് അവർ വിശ്വാസമുള്ളവർ പോയി പ്രാർത്ഥിക്കട്ടെ എന്ന് കരുതി. നായനാർ ശാരദ ടീച്ചർ അങ്ങനെയാണ് എല്ലാവരും വിശ്വാസികളാവാതിരിക്കാൻ മനുഷ്യനെ. അതിന് കമ്മ്യൂണിസ്റ്റുകാരനാവേണ്ട അല്ല, ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വിശ്വാസി ആകരുത് എന്ന് പറയുന്ന ഒരു ചട്ടമുണ്ടോ? അതില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗുരുവായൂരിലെത്തിയ വിവേകരൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ ആ വാർത്തകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല ശരിക്കും. അയാളുടെ പടം എടുക്കുക എന്ന് പറയുന്നത് അയാളുടെ അനുഭവത്തോടുകൂടി ഞാൻ എടുക്കാം, ഇല്ലെങ്കിൽ എന്തിനാ അയാളുടെ പടം എടുക്കാന്ന് പറഞ്ഞു. അത് അല്ല, പക്ഷെ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നത് ശരിയാണ്. അതും പടം എടുത്ത ഒരാൾ അതും ശരിയല്ല. വെറുതെ പറഞ്ഞുവിടാവുന്ന കാര്യമാണ്. എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്തിനാണ് നിങ്ങൾ ആ പടം എടുത്തതെന്ന് ചോദിച്ചാൽ അവസാനിപ്പിക്കാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ വിവേകരൻ ഒരു അധികാരത്തിൻ്റെ പ്രതീകമാണല്ലോ, മുഖ്യമന്ത്രിയുടെ മകനല്ലേ. അതുകൊണ്ട് അയാളുടെ കൂടെ നടക്കുന്നതായിട്ടുള്ള ഉപജാപ സംഘങ്ങൾ എന്ത് ചെയ്തു, ആ അധികാര പ്രയോഗം നടത്താനായിട്ട് ശ്രമിച്ചതാണ് അവിടുത്തെ അപകടമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ വിവേകരൻ ഗുരുവായൂരിലേക്ക് എത്തിയത് അവിടെ ദേവസ്വം ബോർഡ് ആരുടെ കൈവശം ഉള്ളതെന്ന് നമുക്കറിയാം. ഒരു ശബരിമല ദേവസ്വം ബോർഡിൽ ഇരുന്ന ആളുകൾ എന്തൊക്കെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന കാര്യം നമുക്കറിയാം. അപ്പം വിവേകരന് അങ്ങനെ എന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നോ സന്ദർശനത്തിന് പിന്നിൽ? അതുകൊണ്ടാണോ ഈ ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിനെതിരെ ഇങ്ങനെ ഭയപ്പെടുന്നത്? വെറുതെ ഇങ്ങനെ ഒരു സന്ദർശനത്തിൻ്റെ പടം എടുത്തെന്ന് വെച്ച് എന്ത് സംഭവിക്കാനൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ ഓപ്പണായിട്ട് സന്ദർശനത്തിന് വരേണ്ട കാര്യമില്ല.